മര്യാദയ്ക്ക് പറയടി കോപ്പേ. അവൾ പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി ഉമിനീരിറക്കി കണ്ണുകൾ അടച്ചു. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടാ രുദ്രേട്ടാ. എൻ്റെ കൃഷ്ണ, ഇത് ഞാൻ എങ്ങനെ ഈ മനുഷ്യനോട് പറയും? നിങ്ങളാണ് എൻ്റെ ഉറക്കം കളയുന്നത്. ഒന്നും കഴിക്കാനും തോന്നാത്തതിൻ്റെ കാരണം. ഇത് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഭിത്തിയിൽ തൂക്കും. ഡി. രുദ്രൻ്റെ അലർച്ച കേട്ട് വൈച്ചു ആലോചനയിൽ നിന്നും ഞെട്ടി അവനെ നോക്കി. ചോദിച്ചത് കേൾക്കുന്നില്ലേ നീ? അതൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ താൻ എൻ്റെ കാര്യം ആലോചിച്ച് നടക്കണ്ട. എനിക്ക് എന്തെങ്കിലും പറ്റിയ തനിക്കെന്താ? അവൾക്ക് അവൻ്റെ നോട്ടത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായി. അത് മറക്കാൻ അവൾ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു. ഡി പുല്ലേ, നിനക്ക് എന്തെങ്കിലും പറ്റിയ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അച്ചുവിൻ്റെ അനിയത്തി എന്ന ഒരു പരിഗണന മാത്രം. അതും പറഞ്ഞ് അവൻ പോയി. കൃഷ്ണ, അറിയാതെ പറഞ്ഞു പോയതാ. രുദ്രേട്ടന് ദേഷ്യം വന്നല്ലോ. സൂപ്പറായി. ഇതും കൂടെ ആയപ്പോൾ സമാധാനമായി. ഇനി ഇഷ്ടം പറഞ്ഞു ചെന്നാൽ എന്നെ വെട്ടിനുറുക്കും എൻ്റെ ഒരു വിധി. ഏത് നേരത്താവോ ഇയാൾ ആ കാവ്യമിസ്സിനെ കെട്ടി ജീവിച്ചോട്ടെ. മരപ്പെട്ടി. എന്നാലും ഒരു വിഷമം. ഡി തെണ്ടി, ഹോസ്റ്റലിൽ പോണ്ടേ? പാറുവിൻ്റെ സൗണ്ടാണ് കേട്ട് വൈച്ചു പാറുവിനെ ഒന്ന് നോക്കി. എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? വട്ടായോ? പാറൂച്ചേ, നീ അറിഞ്ഞോ എൻ്റെ ലൈഫ് തകർന്നടി. ഞാൻ ഇനി എന്താന്ന് ചെയ്യും? ഇല്ലാത്ത കണ്ണുനീർ തുടച്ച് പറയുന്ന വൈച്ചുവിനെ കണ്ട് പാറുവിന് ചിരി വന്നു. എന്നാൽ ചിരിച്ച് തടി കേടാവുമെന്ന് പാറുവിന് അറിയാം. എന്താടാ നിനക്ക് പറ്റിയേ? വല്ല അസുഖം? സപ്പോസ് കാൻസർ, ബ്രെയിൻ ട്യൂമർ, അങ്ങനെ എന്തെങ്കിലും? എത്ര ദിവസം നീ ഇനി ഡിപ്പേക്കടെ? ഇല്ലാത്ത അസുഖം പറഞ്ഞ് നീ എന്നെ മൂക്കിലേക്ക് എടുപ്പിക്കുവോ? ഡി തെണ്ടി. അതും പറഞ്ഞ് പാറുവിൻ്റെ നടുപ്പുറം നോക്കി ഒന്നു കൊടുത്തു. എന്താടി ഇത്? എൻ്റെ ശിവനേ, എന്ത് വേദനയാ. പാറു പുറം ഒഴിഞ്ഞ് പറഞ്ഞു. ഓ ഉള്ള ഇത് സമയം. ശിവ ഇപ്പോൾ സൊള്ളി വന്നത് അല്ലടി തെണ്ടി. ശിവേട്ടം അല്ലടി കുരുപ്പേ, മഹാദേവൻ ശിവനെയാ വിളിച്ചേ. എന്താടി നിൻ്റെ കയ്യ് വല്ല ഇരുമ്പാണോ? ഓ സോറി മുത്തേ. എന്നാലും നീ എനിക്കില്ലാത്ത രോഗം കണ്ടുപിടിച്ചില്ലടി മാക്രി. വിഷമമുണ്ട് പാവം ഞാൻ. നീ പറഞ്ഞത് എങ്ങാനും ശരിയായ അയ്യോ ആലോചിക്കാൻ വയ്യ. സോറിടി ചക്കരെ, അറിയാതെ പറഞ്ഞു പോയതാ. നിന്നെ കളിപ്പിക്കാൻ. സോറിടി ചുന്ദരി. അതും പറഞ്ഞ് പാറു അവളുടെ കവിളിൽ നുള്ളി. അവർ നടന്നു. പാറുവിന് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് നാളുകൾക്ക് ശേഷം പഴയ വൈച്ചുവിനെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷം അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലെത്തി. അച്ചും ആവിനിയും നേരത്തെ വന്നിരുന്നു. വൈച്ചു വന്നത് അച്ചുവിനെയും ആവിനിയെയും പോയി കെട്ടിപ്പിടിച്ചു. കവിളിൽ ഉമ്മ കൊടുത്തു. എന്തൊക്കെയുണ്ട് അച്ചുവിന്? എന്തു പറ്റി? എന്താ ഇത്ര സന്തോഷം? ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം ഇത്ര ദിവസം തന്നിൽ നിന്നും അകന്നതിന് വൈച്ചുവിന് ഒരുപാട് മിസ് ചെയ്തിരുന്നു അവർ. പിന്നെ ഫ്രഷായി വൈച്ചുവിന് നോട്ട്സ് എഴുതാൻ ഉണ്ടായിരുന്നു. അത് എഴുതി. ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോൾ എല്ലാവരേക്കാൾ ഉത്സാഹത്തോടെ അവൾ ഫുഡ് കഴിക്കാൻ പോയി. അവരും പിന്നെ അപ്പയോടും അമ്മയോടും സംസാരിക്കാൻ തുടങ്ങി. അച്ചുവും സംസാരിച്ചു കട്ടാക്കി. അവൾ കുറച്ചുകൂടെ എഴുതാനുണ്ടായിരുന്നു. പോവാത്ത ദിവസത്തെ എല്ലാം എഴുതി കഴിഞ്ഞ് അവർ കിടന്നു. വൈച്ചുവിനെ നിർബന്ധം കാരണം അവർ 4 ബാഡ് സീറ്റ് വിരിച്ച് താഴെ കെട്ടിപ്പിടിച്ച് കിടന്നു. വൈച്ചൂസേ. അച്ചു, എന്താടാ നിനക്ക് ഇത്ര ദിവസം പറ്റിയേ? ഒന്നും കഴിച്ചില്ല, ആരോടും മിണ്ടാതെ. നിനക്കറിയില്ലേ നിൻ്റെ അച്ചുവിന് നിന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ലെന്ന്? എത്ര വിഷമമെന്ന് അറിയോ നിനക്ക്? ഇത്രയും ദിവസം വൈച്ചുവിനോട് പറയാൻ ഇണ്ടത്. ഒരു കരച്ചിലോടെ അച്ചു പറഞ്ഞു. അച്ചോടാ സോറി, അറിയാതെ ഞാൻ. സോറി അച്ചോടാ. ഞാൻ ഇനി ഇങ്ങനെ ആവില്ല. എനിക്ക് നിങ്ങൾ ഉണ്ടല്ലോ, വേറെ ആരും വേണ്ട. അച്ചുവിൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ വൈച്ചുവിന് കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൂടെ പാറു
ആവിനിയും അവരുടെ ഒരുപാട് മിസ് ചെയ്തു വൈച്ചുവിനെ. അവൾ അവരെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇനി ഞാൻ പഴയ വൈച്ചുവേ ആയേ പറ്റൂ. എൻ്റെ അച്ചുട്ടനും പാറൂസും ആവൂസും എന്തോരം വിഷമിച്ചു ഞാൻ കാരണം. പാവം. ഇല്ല, എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ആൾക്കു വേണ്ടി ഞാൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. മറക്കാൻ ശ്രമിക്കണം. അല്ല, മറന്നേ പറ്റൂ. അവൾ അവരെ ഒന്നും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നു. എല്ലാവരും ഉറക്കത്തിൽ വഴുതി വീണു. ബാത്റൂമിൽ നിന്ന് അപശ്രുതി കേട്ടാണ് ആവൂസ് എണീറ്റത്. എന്തെന്നാടാ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ല. തല ചൊറിഞ്ഞ് ആവൂസ് എണീറ്റു. മോളെ ആവൂസേ, 1 മണിക്കൂറായി തുടങ്ങിയിട്ട്. നിനക്ക് കുളിക്കാൻ വെള്ളം വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സാധനത്തിനെ പുറത്തിറക്കിക്കോ. മുടി കെട്ടുന്നതിൻ്റെ ഇടയിൽ അച്ചു പറഞ്ഞു. അയ്യോ, ശരിയാണല്ലോ, ഇവളെല്ലാം തീർക്കും. ആവൂസ് ചാടിയെണീറ്റ് ബാത്റൂമിൽ തട്ടി. വൈച്ചു, മോളെ വൈച്ചു. പൊന്നെ, വിളിച്ചിട്ട് എനക്കമില്ലല്ലോ. എത്ര നേരായി? ആ കാ പാട് ഉണ്ടായാലോ? ഡി തെണ്ടി മാക്രി. വൈച്ചു മാറി തെണ്ടി പട്ടി വരെ എത്തി. ഇവളെ ഒന്ന് ഞാൻ. ഡി കുട്ടി പിശാശേ, ഞാൻ ഈ വാതിൽ തല്ലിപ്പൊളിക്കും. ഇറങ്ങി വന്നോ. അയ്യേ, ഇങ്ങനെ വരാൻ പറ്റില്ല. എൻ്റെ ചിത്രം നഷ്ടപ്പെടും. ഇല്ലാത്ത നാണത്തോടെ വൈച്ചു പറഞ്ഞു. എന്തെന്ന്? ചരിത്രോ? അല്ല, ചാരിത്രം അല്ലേ? അല്ല. നിനക്ക് അത് ഒക്കെ ഉണ്ടോ വൈച്ചു? പോടി തെണ്ടി. എനിക്കതൊക്കെ ഉണ്ട്. ഓ കോപ്പ്, ഒന്ന് ഇറങ്ങി വാടി തെണ്ടി. അല്ലേലും ഞാൻ ഇപ്പോൾ ഇവിടെ മുള്ളും. അയ്യോ, ചതിക്കല്ലേ വൈച്ചൂസേ, ഒന്ന് ഇറങ്ങി വായോ. അല്ലേലും ഈ പിശാശി ഇപ്പോൾ മുള്ളും. അത് കാണാനുള്ള ത്രേണി ഞങ്ങൾക്കില്ല. പാറു അതും പറഞ്ഞ് വാതിൽ തട്ടി. നിന്ന് പെടക്കാതെ പെണ്ണേ, ദ്യാ വരുന്നു. അത് പറഞ്ഞ് വൈച്ചു വാതിൽ തുറന്നു. അവളെ കണ്ട് അവൻ വായു പൊളിച്ചു നിന്നു. പിങ്ക് നിറത്തിൽ ഒരു ടോപ്പും ബ്ലൂ ലെഗിൻസും ആയിരുന്നു അവളുടെ വേഷം. ഇത് എന്തൊന്നാടി? ഇത്ര ദിവസം നീ ഇത്രയും നിറം ഉണ്ടായില്ലല്ലോ. സത്യം പറഞ്ഞ നീ ആദ്യമായാണോ കുളിക്കുന്നേ? ആടി, ഞാൻ ഇന്നാ മര്യാദയ്ക്ക് കുളിക്കുന്ന്. ഇന്നലെയൊക്കെ ചുമ്മാ കയറ്റി നിന്നതാ. സുന്ദരിയായോടി? വൈച്ചു നാണത്തോടെ ചോദിച്ചു. എൻ്റെ മോളെ, സമ്മതിച്ചു നിന്നെ പാറു. എന്നാലും ഇങ്ങനെ നിറം വെക്കുവോ ആവിനി? എന്നെ നോക്കി നിൽക്കാതെ പല്ലും തേച്ച് കുളിക്കടി മാക്രി. അതും പറഞ്ഞ് വൈച്ചു ആവൂസിനെ ബാത്റൂമിൽ തള്ളിവിട്ടു. അച്ചുട്ടാ, പാറൂസേ, രണ്ടിൻ്റെയും കവിളിൽ മുത്തി അവർ രണ്ടും ചിരിച്ചു. ഡി പട്ടി, എണീച്ച് തന്നില്ല? ഒരു പരിഭവം പോലെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി ആവിനി പറഞ്ഞു. അച്ചോ, എൻ്റെ കുട്ടി ഇങ്ങു വാ. അവളെയും ചേർത്ത് ഉമ്മ കൊടുത്തു. പോയി കുളിക്കടി. പിന്നെ ഞങ്ങൾ പോവാണ്. ബായ്. ആ വൈച്ചു. പാറു അതിനെ നോക്കണേ. മുന്നിൽ പോകുന്ന വൈച്ചുവിനെ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. ആ അച്ചു, ശരി, വൈകിട്ട് കാണാം. ക്ലാസ് കഴിഞ്ഞ് രുദ്രനും ജോണും സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാവ്യ അങ്ങോട്ട് വന്നത്. അവളെ കാണെ രുദ്രനും ജോണിനും എന്തോ പറ്റിയ പോലെ തോന്നി. കാവ്യ കൊച്ചേ, രുദ്രൻ വിളിച്ചു. അവൾ ചിരിച്ചു. എന്താടി സീൻ? എന്തെങ്കിലും? ഏയ് ഇല്ലടാ. പിന്നെ എന്തേ പറ്റി? കരഞ്ഞോ നീ? ഏയ് ഇല്ലല്ലോ. അവൾ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. നിന്നെ കൊണ്ടുവന്നാക്കാണോടി? വേണ്ടടാ, ഞാൻ പൊക്കോളാം. ഓക്കെ. അവൾ പോയതും ജോണും രുദ്രനും മുഖത്തോട് മുഖം നോക്കി. എന്താ പറ്റിയേ അവൾക്ക്? രുദ്രൻ സംശയത്തോടെ ചോദിച്ചു. എന്തോ പറ്റിയിട്ടുണ്ട്. മുഖം കണ്ടിട്ട് കരഞ്ഞ പോലെ. എന്താവോ ജോൺ? വാ, എന്തായാലും അവളുടെ വീട് വരെ ഒന്ന് പോവാം. കുറേ നാളായി അവിടെ പോയിട്ട്. ഓക്കെ, പോവല്ലേ? വാ. പോവാൻ നേരത്താണ് ശിവയും പാറുവും വൈച്ചു അങ്ങോട്ട് വന്നത്. ആർക്കെ? ഇച്ചായ? ആഹാ, എന്താടാ? അതും പറഞ്ഞ് തിരിഞ്ഞതും വൈച്ചു രുദ്രനും പരസ്പരം നോക്കി. അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്നാൽ രുദ്രൻ ദേഷ്യത്തോടെയും. അത് കണ്ട് ജോൺ ചിരിച്ചു. നിങ്ങൾ തിരക്കിലാണോ? അല്ലടാ, എന്താ കാര്യം? ജോൺ, വൈച്ചുവിനെ ഹോസ്റ്റലിലാക്കുവോ? ഒന്ന് പ്ലീസ് ഇച്ചായ. ഇച്ചായ,
പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ നാളെ വീട്ടിൽ പോവുക. ഇന്ന് വേണേൽ അച്ചുവിനെ കണ്ടോ പോയിട്ട്, വൈച്ചു ജോണിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ആഹാ, എന്താ വൈച്ചൂസേ പോണേ? നോ ഐഡിയ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് അപ്പ വിളിച്ചു പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നത് അച്ചുവിൻ്റെ കല്യാണമാവുന്നാ. ഡി കുരുപ്പേ, കരിനാക്ക് വളക്കല്ലേ ഡി കുട്ടിപ്പിശാശേ. എൻ്റെ ഊഹം ആണ്, അറിയില്ല. എനിക്ക് വൈച്ചു പറഞ്ഞതും ജോൺ രുദ്രനെ നോക്കി. ഏയ്, അതൊന്നുമല്ല ഡാ, ഈ കോപ്പിന് വട്ടാ. നീ അത് കാര്യമാക്കേണ്ട രുദ്രൻ. വട്ട് നിങ്ങളുടെ മറ്റോൾക്കാടാ മരപ്പെട്ടി. ഡി നിന്നെ. ഹോ പിന്നെ ഞാൻ എന്നെ ഇപ്പോൾ മൂക്കിൽ വലിച്ചും കേറ്റുവോ? ഒന്ന് നിർത്തോ. എനിക്ക് എൻ്റെ അച്ചുവിനെ കാണണം. രുദ്രൻ എന്തോ പറയാൻ വന്നതും ജോൺ ഇടയിൽ കയറി പറഞ്ഞു. വൈച്ചുവിനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കിക്കൊണ്ട് ഒന്നും മൂളി. എന്നാ ഓക്കെ, ഞാനും പാറും അവിടെ കാണും. അതും പറഞ്ഞ് ശിവയും പാറും പോയി. എടാ ഞാനും പോവുക. അതും പറഞ്ഞ് ജോണും പോയി. അവർ പോയതും വൈച്ചു രുദ്രനെ നോക്കി. പെട്ടെന്ന് അവൾ ചുറ്റും നോക്കി. അയ്യോ, എന്നെ കൊണ്ട് പോയില്ല. തൻ്റെ കൂടെ ഞാൻ വരില്ല. വേണ്ട, നീ ഇവിടെ നിന്നോ. രുദ്രൻ പോയി. അവൾക്ക് സങ്കടം വന്നു. ഞാൻ ചുണ്ട് മലർത്തി കരഞ്ഞു തുടങ്ങി. അവൾ അവിടെ ഒറ്റയ്ക്ക് ഇനി എങ്ങനെ വരും? പെട്ടെന്ന് അത് ആലോചിച്ച് വണ്ടി തിരിച്ച് അവളുടെ അടുത്ത് നിർത്തി. ഡി കേറ്. പിന്നെ വൈച്ചു ഒന്നും നോക്കിയില്ല, വേഗം കയറി. അവൻ്റെ ഷോൾഡറിൽ കൈവച്ച്. അപ്പോൾ തന്നെ അവൻ അവളെ നോക്കിയതും അവൾ കൈയെടുത്തു. രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു. ജോൺ ആയിരുന്നു. എടാ, ബീച്ചിൽ വായോട്ടോ. രുദ്രനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ജോൺ പറഞ്ഞ് കട്ടാക്കി. മിററിൽ രുദ്രൻ്റെ മുഖം കണ്ടു വൈച്ചു. എന്താ, ആരാ വിളിച്ചേ? ഇച്ചായനാണോ? എന്താ പറഞ്ഞേ? ഒന്നും മിണ്ടാതിരിക്കടി കോപ്പേ. നിർത്താതെ ചോദിക്കുന്ന വൈച്ചുവിനെ കണ്ട് രുദ്രൻ ദേഷ്യം വന്നു. അവൻ വണ്ടിയെടുത്തു. ഹലോ, ഇത് എവിടേക്കാ പോണേ? ഒന്നും പറയോ? എവിടേക്കാ പോണേന്ന്? തൻ്റെ ചെവിയിൽ എന്തെങ്കിലും കുത്തി വെച്ചിട്ടോ? ഹോ ഡോ മരപ്പെട്ടി. അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി. അവൾ അവനെ നോക്കി. ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ പോവാനുള്ള ബസ് കിട്ടും. കയറി പൊക്കോ. കുറേ നേരമായി സഹിക്കുന്നു. സോറി, ഇനി മിണ്ടില്ല. എന്നാലും എവിടേക്കാ പോണേയൊന്ന് പറയോ? അറിയാനാ? അറിയാതെ വരില്ലേ മേഡം? വരും. ഇനി നീ വാ തുറന്ന ഇപ്പോൾ ഇറങ്ങിക്കോണം. ആ, മിണ്ടില്ല ഇനി. അവൾ മിണ്ടാതെ ഇരുന്ന്. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ ഇനി എന്നെ തട്ടിക്കൊണ്ടു പോവുകയാണോ? കൃഷ്ണ, ഇത് ഏതാ സ്ഥലം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ എൻ്റെ രുദ്രേട്ടൻ്റെ കൂടെയല്ലേ? എത്ര ആഗ്രഹിച്ചതാ ഈ നിമിഷം. എന്നാ മറന്നേ പറ്റൂ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിലും എന്നെ മറക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അടുപ്പിക്കുകയാണല്ലോ. അവൾ ആലോചനകൾ വിരാമം ഇട്ടു. പുറക്കാഴ്ചകൾ നോക്കിയിരുന്നു. എന്തുകൊണ്ടോ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ താൻ ഒത്തിരി സേഫാണെന്ന് തോന്നുന്നു. അവൾക്ക് അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. എന്നാൽ രുദ്രൻ ഒന്നും മിണ്ടിയില്ല. എന്തോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു.